പക്ഷേ നമുക്ക് വീണ്ടും മഴ വാർത്തകളിലേക്കാണ് പോകേണ്ടത്. അല്പം ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് കോട്ടയം ജില്ലയിൽ അതെ 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 അവിടെ കനത്ത മഴ തുടരുകയാണ് എന്നുള്ളതാണ്. പടിഞ്ഞാറൻ മേഖലകളിലെ വീടുകളും റോഡുകളും വെള്ളത്തിലായി. മീനച്ചിൽ ആറ്റിലടക്കം ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നു. അടിയന്തര സാഹചര്യത്തിൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാൻ സജ്ജമാണ് എന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുമുണ്ട്. മിഥുൻ മുരളി നമുക്കിപ്പം ഒരിക്കൽ കൂടി ചേരുകയാണ്. മിഥുൻ, നേരത്തെ കണ്ട ഫ്രെയിമല്ല, വെള്ളക്കെട്ടാണ്, മഴ കൂടുതൽ കടുക്കുകയാണ്, നമുക്ക് ദൃശ്യങ്ങളിലും കാണാം. എന്താണ് ഈ വീടുകളിലൊക്കെ വെള്ളം കയറി, നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഉണ്ടല്ലോ എല്ലാം. പറയും മിഥുൻ. അശ്വതി, രാഖി, വെള്ളക്കെട്ട് രൂക്ഷമാണ്. വീടുകളിലേക്ക് വെള്ളം കയറിയിരിക്കുന്നു. കനത്ത മഴ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇല്ലിക്കൽ ഭാഗത്താണ്. കൊമരകം വൈക്കം റോഡില് ഇല്ലിക്കലിലേക്ക് പോകുന്ന റോഡിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ റോഡിന് അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല, നടന്നു പോലും പോകാൻ കഴിയില്ല. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അത്യാവശ്യം സേഫായ ഒരു ഭാഗത്താണ്. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വെള്ളക്കെട്ട് കൂടുകയാണ്. ഗതാഗതം നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഏതെങ്കിലും വിധത്തിലൊക്കെ വാഹനങ്ങൾ ഈ റോഡിൽ കൂടി കടന്നു പോവുകയാണെങ്കിൽ ഇവിടെയുള്ള ആളുകൾ പറയുന്നത് സേഫായിട്ട് നിങ്ങളുടെ റിസ്കിൽ തന്നെ പോകണമെന്നുള്ള കാര്യമാണ്. കുമരകം കോട്ടയം റോഡ്, വൈക്കം കുമരകം റോഡാണ്. ഒരു വിധത്തിലൊക്കെ ഒരു ബസ്സൊക്കെ ഇങ്ങനെ ഈ റോഡിൽ കൂടി മുന്നോട്ട് നീങ്ങുന്ന കാഴ്ചയൊക്കെ കാണാം. അത് സ്വന്തം ബസ്സുകാരുടെ സ്വന്തം റിസ്കിൽ മുന്നോട്ട് നീങ്ങാവുള്ളൂ എന്നുള്ള ഒരു നിർദ്ദേശവും ഇവിടെയുള്ള നാട്ടുകാർ ബസ്സുകാർക്കൊക്കെ മറ്റും നൽകുന്നുണ്ട്. കാരണം നിരവധി യാത്രക്കാർ ഈ കുമരകം വൈക്കം മേഖലകളിൽ നിന്നൊക്കെ നിരവധി യാത്രക്കാർ കോട്ടയം ഭാഗത്തേക്ക് വരുന്ന ഒരു റോഡ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ബസ് നിറഞ്ഞ് ആളുണ്ട്. അപൂർവം ബസ്സുകൾ മാത്രമാണ് വരുന്നത്. വളരെ പണിപ്പെട്ടാണ് ബസ് മുന്നോട്ട് നീങ്ങുന്നത്. ഈ ഭാഗങ്ങളിലുള്ള വീടുകളിലെല്ലാം വെള്ളം കയറിയിരിക്കുന്നത് കൊണ്ട് തന്നെ ആളുകൾ ഇവിടെ നിന്ന് മാറിപ്പോയിട്ടുമുണ്ട്. എന്തായാലും ഈ ഭാഗത്ത് ഇല്ലിക്കൽ ഭാഗത്തൊക്കെ വീടുകളിലും എല്ലാം എന്താണ് അവസ്ഥ? ഇവിടുത്തെ അവസ്ഥ വളരെ അവസ്ഥയാണ്, മോശമോ, പിടിവിട്ടു പോയി. 2018 കഴിഞ്ഞും വീടുകളിൽ വെള്ളം കയറി എങ്ങനെ മാറി? എല്ലാ വീടുകളിലും വെള്ളം കയറി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു, പിടിച്ചാൽ കിട്ടുകയില്ല. ഒറ്റ വെള്ളം അങ്ങോട്ടേക്ക് പോകുമ്പോൾ മുഴുവൻ മുങ്ങിയിരിക്കാം. കൂടും. എല്ലാ പ്രാവശ്യത്തെ കഴിഞ്ഞും കൂടുതൽ വെള്ളമായിപ്പോയി ഇരിക്കത്തോണം. ആളുകളൊക്കെ സേഫാണ് നിങ്ങളുടെ കുടുംബ ആൾക്കാരെല്ലാം സേഫ് എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ മുൻകരുതലോടുകൂടി നിൽക്കുക. 2018 പേടിയുള്ളതുകൊണ്ട് അതുകൊണ്ട് ഇത്തവണ വളരെ കൂടുതൽ തന്നെയാണ് വെള്ളം. എവിടെ പോവാ? ഇപ്പം ഞാൻ ഇല്ലിക്ക് വരെ പോവുകയാണ്. എൻ്റെ കൂട്ടുകാരൻ്റെ വർക്ക്ഷോപ്പ് വെള്ളത്തിനകത്താണ്. അപ്പോൾ അവിടെ തടി ഒഴുകി പോവും. ആ ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിയുള്ള സംവിധാനത്തിന് പോവുകയാണ്. അത്യാവശ്യ ഘട്ടത്തിലൊക്കെ ആളുകൾ ഇങ്ങനെ അവരുടെ മുൻകരുതലുകൾ എടുത്ത് അവർ തന്നെ സ്വയം മാറുകയായിരുന്നു ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മറ്റും. 2018 പ്രളയത്തിൻ്റെ ഓർമ്മയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹം സംസാരിച്ചതുപോലെ മുഴുവൻ ആളുകളും ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ തുറക്കുന്നതിന് മുൻപേ ബന്ധുവീടുകളിലേക്കും മറ്റും മാറുകയായിരുന്നു. കൂടുതൽ അപകട സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി മുൻകരുതലെടുത്ത് അവർ മാറുന്നു. അവരുടെ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇപ്പോൾ വീട്ടിലുണ്ട്. അതൊക്കെ സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഇപ്പോൾ ആ ഭാഗങ്ങളിലേക്കൊക്കെ അവരുടെ വീട് സ്ഥിതി ചെയ്യുന്ന ഭാഗങ്ങളിലേക്ക് ജോലി സംബന്ധമായ ആവശ്യങ്ങളിലേക്കൊക്കെ പോകുന്ന ആളുകളെയൊക്കെയാണ് ഈ ഭാഗത്തൊക്കെ നിലവിൽ കണ്ടത്. എന്താണ് അവസ്ഥ എന്ന് പറയുന്നത്? രാത്രി 2:30 ആയപ്പോഴത്തേക്ക് ബാക്ക് സൈഡിലാണ് വെള്ളം നിറച്ച് വന്നു. 2 മുറിയിൽ കയറി വെള്ളം കയറി. പിന്നെ വണ്ടികളൊക്കെ എടുത്ത് പുറത്തിട്ടു. പിന്നെ ഇതാണ് അവസ്ഥ. എപ്പോൾ വെള്ളം കയറും എന്നുള്ള ഭയത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. മുൻകരുതൽ പോലും സ്വീകരിക്കാൻ പറ്റില്ല, പെട്ടെന്നായിരുന്നു. പിന്നെ അലനെ രാത്രി വിളിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അലേർട്ട് വന്നായിരുന്നു. അപ്പോൾ അതുമൊക്കെ നമുക്കൊരു വലിയൊരു സഹായകമായി. വണ്ടികളൊക്കെ എടുത്ത് മാറ്റിയിട്ടു. ഇവിടുത്തെ വീടുകളൊക്കെ ഒഴിഞ്ഞു പോയോ? ഈ ഭാഗങ്ങളിലൊക്കെ വെള്ളക്കെട്ട് രൂക്ഷമായുണ്ട്. ഇല്ലിക്കൽ ഭാഗത്തോ ഇന്നലെ തന്നെ രൂക്ഷമാണ്. ഏകദേശം ഹെവി വാഹനങ്ങൾ മാത്രമേ പോവുള്ളൂ. ഇതുവഴി വാഹനം വരുമ്പോഴും മുന്നറിയിപ്പ് കൊടുക്കുന്നത് കണ്ടു, സ്വന്തം റിസ്കിൽ. അതെ ചെറിയ വാഹനങ്ങൾ പോകാൻ പാടില്ലെന്നുണ്ട്. എങ്ങനെയാണ്? സുരക്ഷിതമാണ്? ഞങ്ങൾ സുരക്ഷിതരാണ്. ഞങ്ങൾ അലാറം വന്നുകൊണ്ടാണ് ശരിക്കും എഴുന്നേറ്റ്. അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് നല്ലൊരു അറിയിപ്പായിരുന്നു കിട്ടിയത്. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വണ്ടി എല്ലാം പുറത്ത് വെള്ളമില്ലാത്തടത്ത് വിവരമാണ്, ആശങ്കാജനകമായ വിവരമാണ് നമുക്ക് കോട്ടയത്ത് നിന്നും ലഭിക്കുന്ന. രാഖി,